കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് രംഗത്ത് വരികയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒമർ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് എത്രയും വേഗം ഈ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടികൾ വേണം എന്നുള്ളതാണ്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത് 20 വിദ്യാർത്ഥികൾ മാത്രമാണ്. 110 വിദ്യാർത്ഥികൾ എത്തിയതിൽ 20 പേർ മാത്രമാണ് വിമാനത്താവളത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബാക്കി ആളുകൾക്ക് വിമാനത്താവളത്തിൽ തന്നെ, പ്രത്യേകിച്ച് 90 വിദ്യാർത്ഥികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു കശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കശ്മീരിലേക്ക് പോകാൻ, അതായത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കശ്മീരിലേക്ക് പോകാനുള്ള പ്രത്യേക വിമാനമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അവരെ അത്തരത്തിൽ അവിടെ എത്തിക്കാനുള്ള നടപടികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ തന്നെ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്ത്യയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിൽ സമാനമായി തന്നെ ഇറാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മടക്കിയെത്തിക്കാൻ, വിദ്യാർത്ഥികളടക്കം മടക്കിയെത്തിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ശരി, നോബൽ തുടരുക. ഇറാനിൽ നിന്ന് വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനമാണ് ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംഘർഷ ഭൂമിയാണ് ഇറാൻ. അവിടെ നിന്ന് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ MBBS-ഉം മറ്റു കോഴ്സുകളും പഠിക്കുന്നുണ്ട്. അവരെയും കൊണ്ടുള്ള ആദ്യ വിമാനമാണ് ദില്ലിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 110 വിദ്യാർത്ഥികളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 90 വിദ്യാർത്ഥികൾ കശ്മീരിൽ നിന്നുള്ളവരാണ്. അർമേനിയയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് ഇന്ന് പുലർച്ചെ ദില്ലിയിലെത്തിയത്. ആ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് കേൾക്കാം, അവരുടെ അനുഭവങ്ങൾ. അവിടെ ഇപ്പോഴും കനത്ത സംഘർഷം തുടരുകയാണ്, ഞങ്ങൾക്ക് ഭീതി ഉണ്ടായിരുന്നു, ഇന്ത്യൻ കേന്ദ്ര സർക്കാരിന് നന്ദി എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കാം. നോബൽ തുടരുന്നുണ്ടെന്ന് കരുതുന്നു. വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോഴും കനത്ത സംഘർഷമാണ് ഇറാനിലുള്ളത്, അല്ലേ? മാത്രമല്ല, ഇനിയും വിദ്യാർത്ഥികൾ വരാനുണ്ട്. ആ ദൗത്യം എപ്പോഴായിരിക്കും നോബൽ? ഇറാനിൽ നിന്ന് ഇനിയും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് എത്തിക്കും. വിദ്യാർത്ഥികളെ മാത്രമല്ല, അവിടെയുള്ള മറ്റ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം, പ്രത്യേകിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇങ്ങോട്ട് എത്തിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഇന്ന് നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, പെഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് മറുപടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലായിരുന്നു ഉണ്ടായത്. അതിനോട് സാദൃശ്യമുള്ള ഓപ്പറേഷൻ സിന്ധു എന്ന പേരാണ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഈ ദൌത്യത്തിന് നൽകിയിരിക്കുന്നത്. ആ ദൌത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനമാണ് എത്തിയിരിക്കുന്നത്. കൂടുതൽ വിമാനങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ പോകുന്നതാണ്. വലിയ സന്തോഷത്തിൽ അവർ പോകുന്നതൊക്കെ എന്താണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ സന്തോഷം പലരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ വലിയ സന്തോഷത്തിലാണുള്ളത്. കിത്തന ഖുഷി അഭി खुशी तो होगी ना, बच्चा आ गया എന്നാലും മകൻ മടങ്ങി വന്നതിന്റെ ഒരു സന്തോഷമാണ് ഈ അമ്മ പങ്കുവച്ചത്. വലിയ സന്തോഷത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. കാരണം ഇത്രയും ദിവസം ഇവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം എന്താകും ഇനി അവിടുത്തെ സാഹചര്യം? കാരണം നിരന്തരം വരുന്ന വാർത്തകൾ ഈ മിസൈൽ ആക്രമണത്തിന്റെയും മറ്റ് ആക്രമണങ്ങളുടെയൊക്കെ വാർത്തകളാണ് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് എന്തായാലും അവിടുത്തെ സാഹചര്യം എന്ന തരത്തിലുള്ള വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്ക രക്ഷകർത്താക്കളെയും വലിയ രീതിയിൽ തന്നെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇപ്പോൾ രക്ഷകർത്താക്കളും വലിയ സന്തോഷത്തിലാണ്. ഈ ദില്ലി, അതോടൊപ്പം UP, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇക്കൂട്ടത്തിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ. അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ മാതാപിതാക്കൾ അവിടെ നിന്ന് എത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ വിമാനത്താവളത്തിന് അകത്ത് നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ മറ്റൊരു വിമാനം അവർക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. बहुत खुशी है सर, बहुत खुशी है. बच्चे आ गए तो खुशी क्यों नहीं होगी? जब बच्चे हमारे यहाँ पर आ गए तो काफी खुशी है मुझे इस बात. इतना दिन ज्यादा टेंशन था? हाँ, टेंशन तो होना ही था साहब. टेंशन क्यों नहीं होगा? बच्चे जब वार जोन में है, टेंशन कैसे नहीं होगा? आगे फ्यूचर के बारे में कोई टेंशन नहीं है? फ्यूचर कोई बात नहीं. पहले जान है तो जान है, जान बच गई तो सब कुछ है. फिर अगर अच्छा होगा तो फिर हम जाएंगे, नहीं तो कोई बात नहीं. എന്താണെങ്കിലും ഇപ്പോൾ അത് മകൻ തിരിച്ചു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ മകന്റെ ഭാവി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവിടെ MBBS വിദ്യാർത്ഥിയാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് അവിടുത്തെ സാഹചര്യം സാധാരണ എത്തുമ്പോൾ വീണ്ടും തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയാണ് ആ പിതാവ് പങ്കുവച്ചത്. അത്തരത്തിൽ രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ കുട്ടികളുമൊക്കെ വലിയ സന്തോഷം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നു. കാരണം ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു യുദ്ധമുഖത്ത് നിന്നാണ് അവർ വരുന്നത്. എന്താകും ഓരോ നിമിഷവും സാഹചര്യം എന്ന് ഇവർക്കും കൃത്യമായി തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് മിസൈൽ ആക്രമണം, മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നതൊക്കെ വലിയ ആശങ്ക ഇവർക്കുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. പക്ഷേ ഇനിയും നിരവധി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തുടരുന്നുണ്ട്. അവരെ എത്രയും വേഗം മടക്കിയെത്തിക്കുക എന്ന് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അത് പൂർത്തിയാക്കാനുള്ള ശ്രമം സർക്കാർ വരും ദിവസങ്ങളിലും തുടരും. ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഉള്ള സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയും മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇന്നിപ്പോൾ ഈ സംഘം എത്തുന്നത് പ്രത്യേകിച്ച് അർമേനിയയിൽ നിന്നാണ് എത്തുന്നത്. അതേസമയം ടെഹ്റാൻ അടക്കമുള്ള മറ്റ് മേഖലകളിൽ നിന്ന് കരമാർഗം ഈ വിദ്യാർത്ഥികളെ അർമേനിയയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അർമേനിയൻ തലസ്ഥാനമായ യെരവാനിൽ നിന്ന് അവരെ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ആദ്യം ദോഹയിലെത്തിച്ചു. ദോഹയിൽ നിന്ന് പ്രത്യേക വിമാനം നേരെ ദില്ലിയിലേക്ക് പറന്നു. ഏറെക്കുറെ ഇന്നലെ 10:55 ഈ വിമാനം അവിടെ അർമേനിയയിൽ നിന്ന്
യാത്ര ആരംഭിച്ചത്. അതിന് പിന്നാലെ ദോഹയിലെത്തി, പിന്നാലെയാണ് ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഏറെക്കുറെ 5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ഒടുവിലാണ് ഈ സംഘങ്ങൾ എന്താണെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രക്ഷകർത്താക്കൾ, അതോടൊപ്പം തന്നെ കുട്ടികൾ. ഇപ്പോൾ നിലവിൽ 20 കുട്ടികൾ മാത്രമാണ്, വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ബാക്കി വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 90 വിദ്യാർത്ഥികളാണ്. അവർ ജമ്മു കാശ്മീരിലേക്ക് മറ്റൊരു വിമാനത്തിൽ ഇവിടെ നിന്ന് ഉടൻ തന്നെ യാത്ര തിരിക്കുകയും ചെയ്യും. അതിനുവേണ്ട സൗകര്യങ്ങൾ എല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിമാനത്താവളത്തിന് അകത്ത് തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇസ്രായേൽ അടക്കം, പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ വലിയ തരത്തിൽ ഈ സാഹചര്യം മോശമാണ്. അവിടെ നിന്ന് ഇന്ത്യക്കാർക്ക് ഒഴിയാൻ, രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ കരമാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്നതാണ് ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജോർദാനിലേക്കും അതോടൊപ്പം ഈജിപ്തിലേക്കൊക്കെ ഈ വിസകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരവും അവിടെ ഉണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിക്കും. നിലവിൽ ഇറാനിൽ നിന്നുള്ള ദൗത്യമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ദൗത്യം ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും ഇറാനിൽ നിന്ന് വിദ്യാർത്ഥികളുമായി ആദ്യ വിമാനം ദില്ലിയിലെത്തി. 110 വിദ്യാർത്ഥികളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 90 വിദ്യാർത്ഥികൾ കശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം യാത്രാ സൗകര്യം അവിടെ നിന്ന് ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അർമേനിയയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് ദില്ലിയിലെത്തിയത്. എന്തായാലും സുരക്ഷിതരായി തന്നെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുണ്ട്. അതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 110 വിദ്യാർത്ഥികളാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 90 വിദ്യാർത്ഥികളാണ് കശ്മീരിൽ നിന്ന് ഉള്ളത്. ബാക്കി 20 വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്.